പ്രിയപ്പെട്ടവരെ, ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങളുടെ പ്രചരണത്തിൻ്റെ ഭാഗമായുള്ള സീറോ ഷാഡോ കോൺടെസ്റ്റും മാരത്തോൺ സുസ്ഥിര വികസന ലഹരി വിരുദ്ധ പ്രസംഗ പ്രചരണവും ശോഭീന്ദ്ര പുരസ്കാര വിതരണവും എന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിയിട്ടുള്ള വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖരെയും അവാർഡ് ജേതാക്കളെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ. അതിനു മുമ്പ് എന്താണ് സുസ്ഥിര വികസന ഹരിത മത്സരം എന്നും എന്തുകൊണ്ടാണ് ഇത്രയും പേർക്ക് ഇവിടെ അവാർഡ് കിട്ടിയത് എന്നും നിങ്ങളെ ലളിതമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. യുണൈറ്റഡ് നേഷൻസ് 2015 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ലോകം മുഴുവനുമുള്ള ജനങ്ങളോട് സാക്ഷാത്കരിക്കുവാൻ വേണ്ടി പറഞ്ഞിരുന്നു. അവ കേരളത്തിലെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലുള്ള വ്യക്തികൾ ഏറ്റെടുത്തതുപോലെ നമ്മെ പോലുള്ള കേരളത്തിലുള്ള പല ആളുകളും ഏറ്റെടുക്കുകയുണ്ടായി. ആ കൂട്ടത്തിൽ ജീസം ഫൗണ്ടേഷൻ അഥവാ ഗ്രീൻ ക്ലീൻ എർത്ത് മൂവ്മെൻറ്റ് ഫൗണ്ടേഷൻ എന്ന സംഘടന ആവിഷ്കരിച്ച ഗ്രീൻ ക്ലീൻ കേരള സുസ്ഥിര വികസന ഹരിത മത്സരങ്ങൾ എന്ന വിഭാഗത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് സാധാരണയിൽ നിന്നും ഒന്ന് മാറിയിട്ട് ഒരു മത്സരമായിട്ടാണ്. എല്ലാ കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ അതൊരു മത്സരമാക്കി ചെയ്യുവാനായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന് സമ്മാനങ്ങളും കൊടുക്കും. മത്സരം എന്ന് പറഞ്ഞാൽ 17 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഓരോ ഐറ്റങ്ങളും ഓരോ മത്സരമാക്കി ഒരു അധ്യയന വർഷം ജൂൺ 5 മുതൽ അടുത്ത ജൂൺ 5 വരെ ഒരു വർഷം മുഴുവനും 52 ആഴ്ചകളിൽ 12 മാസങ്ങളിലായി ഓരോ ടാസ്കുകൾ കൊടുത്തിട്ട് അത് ചെയ്യുന്നതാണ് നമ്മുടെ രീതി. ഈ ടാസ്കുകളിൽ ഏത് കാര്യത്തിലും മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാലയം ആദ്യം ചെയ്യേണ്ടത് ഒരു വൃക്ഷത്തൈ നടുകയാണ്. അത് ജൂൺ 5 തന്നെ അല്ലെങ്കിൽ അതോടനുബന്ധിച്ച് നടും. നട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് പോന്നാൽ പറ്റില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും അതിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കണം. എന്നിട്ട് ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്നൊരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കും. ഓരോ 3 മാസം കൂടുമ്പോഴും ഇങ്ങനെ സമ്മാനങ്ങൾ കൊടുക്കും. അങ്ങനെ സമ്മാനങ്ങൾ സ്വർണ്ണ നാണയങ്ങളും സ്മാർട്ട് ഫോണുകളും പിന്നെ ഫലവൃക്ഷത്തൈകൾ കിട്ടിയ ആളുകളാണ്, നേരത്തെ വാങ്ങിച്ച ആളുകളാണ് ഇപ്പോൾ വേദിയിൽ ഇരിക്കുന്നത്. ഓരോ 3 മാസം കൂടുമ്പോഴും അങ്ങനെ ചെയ്ത് ഒരു വർഷത്തിൽ 4 പ്രാവശ്യം ഒരേ തൈകളുടെ ഫോട്ടോ ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഒരു വർഷം മുഴുവൻ ചെയ്താൽ അവർ ചെയ്യുന്ന മറ്റു കർമ്മങ്ങളിലുള്ള മികച്ച പ്രകടനങ്ങൾക്കാണ് നമ്മൾ പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ 1 കോടി വൃക്ഷത്തൈകൾ കേരളത്തിൽ നിന്ന് നട്ടുവളർത്തി പരിപാലിച്ച് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലുള്ള വളർച്ച പ്രകടമാകുന്ന ഫോട്ടോ ഗ്രീൻ ക്ലീൻ എർത്ത് .org എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വിഭാഗമായ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെൻ്റൽ പ്രോഗ്രാമിലേക്ക് കേരളത്തിൻ്റെ സംഭാവനയായി സമർപ്പിക്കുവാനുള്ള ഒരു പദ്ധതിയാണത്. മാത്രമല്ല, ഈ മത്സരത്തിൽ വിവിധ ടാസ്കുകൾ ചെയ്യുമ്പോൾ ഓരോ വിദ്യാലയവും ഓരോ സന്നദ്ധ സംഘടനകളും ഓരോ റെസിഡൻസ് അസോസിയേഷനുകളും ഒരു സുസ്ഥിര വികസന പ്രോജക്റ്റ് റിപ്പോർട്ടും തയ്യാറാക്കുന്നുണ്ട്. ഈ മത്സരത്തിൻ്റെ ഭാഗമാണത്. അവരുടെ വീട്, അവരുടെ ഗ്രാമം, അവരുടെ വിദ്യാലയം, അവരുടെ പുഴ, അവരുടെ റോഡ്, ഇവയിൽ ഏതെങ്കിലും ഒന്ന് സുസ്ഥിര വികസിത ഒരു പ്രോജക്റ്റ് സുന്ദരമാക്കുവാൻ, മാലിന്യമുക്തമാക്കുവാൻ, ജനകീയമാക്കുവാനുള്ള ഒരു പ്രോജക്റ്റും അവർ തയ്യാറാക്കും. അത് 1 ലക്ഷമോ 2 ലക്ഷമോ എത്ര ലക്ഷം രൂപയുടെയും പ്രോജക്റ്റ് ആവാം. അങ്ങനെ 1000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കേരളത്തിൽ നിന്ന് സംഭരിച്ച് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന കേരള സർക്കാരിന് സമർപ്പിക്കുകയും തുടർന്ന് കേരള സർക്കാർ മുഖേന കേന്ദ്ര സർക്കാരിനും യുണൈറ്റഡ് നേഷൻസ് എൻവയറൺമെൻ്റൽ പ്രോഗ്രാമിനും നാം സമർപ്പിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടത് നിങ്ങളാണ്. അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുവാനുള്ള ട്രെയിനിങ് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് തരുന്നതാണ്.
അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അത് അറിയിക്കുകയാണ്. അതിനൊക്കെയുള്ള വ്യക്തമായ ട്രെയിനിങ് ഓരോ ആഴ്ചകളിലുമുള്ള ലൈവ് പ്രോഗ്രാമുകളിലൂടെ 52 ആഴ്ചയുണ്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനെ ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഈ പ്രോജക്റ്റ് അടുത്ത ജൂൺ 5 ആകുമ്പോഴത്തേക്കും 1 കോടിയിലധികം ഓരോ വർഷവും നമ്മൾ നടുന്നുണ്ട്. കഴിഞ്ഞ വർഷം കേരള സർക്കാർ 1 കോടി വൃക്ഷത്തൈകൾ നട്ടിട്ടുണ്ട്. വനം വകുപ്പ് ഓരോ വർഷവും ഓരോ ജില്ലയിലും ഓരോ യൂണിറ്റിൽ വെച്ച് നടുന്നുണ്ട്. ഇനി മുതൽ ഈ വർഷം മുഴുവൻ മുതൽ നമ്മുടെ കുട്ടിപ്പട്ടാളം നിങ്ങൾക്കാണ് തരുന്നതും. വനം വകുപ്പ് തൈകൾ തരുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളത് നടുകയും അത് പരിപാലിച്ച് സമ്മാനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് ആയിരക്കണക്കിന് തൈകൾ സംരക്ഷിച്ച ഒരു മേഡമാണിതാ ഇരിക്കുന്നത്, സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തുവയൽ. അവർക്കാണ് ഇന്ന് നമ്മൾ 25,000 രൂപയുടെ പുരസ്കാരം കൊടുക്കുന്നത്. രസകരമായൊരു കാര്യം, അവർക്ക് ഈ വർഷം മാത്രമല്ല കഴിഞ്ഞ 5 വർഷമായി കേരള മൈജി, പിന്നെ വേറെ ഒരാൾ എന്തായിരുന്നു, ഇവരൊക്കെ സ്പോൺസർ ചെയ്യുന്ന സ്മാർട്ട് ഫോണുകൾ, സ്വർണ്ണ നാണയങ്ങൾ ഒക്കെ വാങ്ങിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഷൈനി അബ്രഹാം. 25,000 രൂപയാണ് ഈ വർഷം മുതൽ നമ്മൾ കൊടുക്കുവാൻ പോകുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നത് പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ നേതൃത്വത്തിലായിരുന്നു. അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ ഏർപ്പെടുത്തിയ അവാർഡാണ് ഇന്ന് ഷൈനി മാഡം സ്വീകരിക്കുന്നത്, 25,000 രൂപയുടേത്. അടുത്ത വർഷം ഇനി ബാക്കിയുള്ള ആളുകൾ നിങ്ങൾ ആർക്കെങ്കിലും ആകാമോ ലഭിക്കുന്നത്, അതിനുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ഇന്നു മുതൽ തരാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്നും സമ്മാനങ്ങൾ വാങ്ങണമെന്നും, ഈ വർഷത്തെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രവാർഡ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2023-24 വർഷത്തെ അവാർഡാണ്. കഴിഞ്ഞ ജൂൺ 5 ബാലുശ്ശേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നമ്മുടെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രഖ്യാപിച്ച അവാർഡാണ് ഇന്ന് കൊടുക്കുന്നത്. ഈ വർഷത്തത് 23-24 വർഷത്തത് ഇനി പൂർത്തിയാക്കാൻ 2 മാസം കൂടിയുണ്ട്. ഈ 2 മാസം കൂടി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത അവാർഡ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആകാം. അതിനുള്ള ട്രെയിനിങ് ഇനി മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുകയാണ്. എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇവിടെ വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ. നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് മിനിസ്റ്ററാണ്. അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തുന്നതാണ്. അദ്ദേഹത്തിന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിൻ്റെ തന്നെ ഹെഡ് മാസ്റ്ററായ പ്രേമചന്ദ്ര സാറാണ്. പ്രേമചന്ദ്ര സാറ് നമ്മുടെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ കമ്മിറ്റിയിൽ ഉള്ള ആളാണ്. മാത്രമല്ല ഈ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു തന്ന പ്രേമചന്ദ്രൻ സാറിന് ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ശോഭീന്ദ്ര പുരസ്കാരം വിതരണം ചെയ്യുന്നത് അഡ്വക്കേറ്റ് PT റഹീം MLA ആണ്. PT റഹീം MLAയും ഈ പ്രോജക്റ്റ് തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. ഞങ്ങൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം കൊടുവള്ളി എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. ഈ പ്രോജക്റ്റ് 2016 ഞങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങളുടെ ടീം പോയി അവതരിപ്പിച്ചു. കൊടുവള്ളിയിൽ വെച്ച് ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രോജക്റ്റ് മുഴുവനും വായിച്ചു നോക്കിയതിനു ശേഷം പറഞ്ഞു, ഇത് കൊടുവള്ളിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യേണ്ട പ്രോജക്റ്റ് അല്ല, നമുക്ക് കോഴിക്കോട് നഗരത്തിൽ വെച്ച് ചെയ്യേണ്ടതാണ്. നഗരത്തിൽ വെച്ചൊരു പ്രോജക്റ്റ് ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യൂ, അവിടെ വെച്ച് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം തന്നെ അന്നത്തെ കോഴിക്കോട്ടെ MLA പ്രദീപ് കുമാർ സാറുമായി സംസാരിക്കുകയും അദ്ദേഹം 2016 അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ കോഴിക്കോട്ടെ എമറാൾഡ് ഹോട്ടലിൽ വെച്ച് പ്രൊഫസർ ശോഭീന്ദ്രൻ സാറും ഞങ്ങളെല്ലാവരും കൂടി ഉദ്ഘാടനം ചെയ്തൊരു പ്രോജക്റ്റാണത്. ഇന്നിപ്പം അദ്ദേഹം ഈ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയതിൽ, ശോഭീന്ദ്ര പുരസ്കാരം വിതരണം ചെയ്യാൻ എത്തിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോജക്റ്റിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അബ്ദുൽ നാസർ UK, ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ വൈസ് ചെയർമാനാണ്. ഈ പ്രോജക്റ്റിൻ്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ ബാബു പറശ്ശേരിയാണ്. മുൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയാണ്. അദ്ദേഹം ഇന്ന്
ഓൺലൈനാണ് എത്തിപ്പെടാൻ ചെറിയൊരു പ്രയാസം പറഞ്ഞതുകൊണ്ട് ഏതായാലും അദ്ദേഹത്തിനെയും ഹാർദമായി ചെയ്തുകൊണ്ട് വൈസ് ചെയർമാൻ അബ്ദുൽ നാസർ UK ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മുഖ്യപ്രഭാഷണം. മാത്രമല്ല ഈ പ്രോജക്റ്റ് അന്ന് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം ഞങ്ങൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് ഈ പ്രോജക്റ്റ് സമർപ്പിക്കുകയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന ഈ പ്രോജക്റ്റിന് ഓരോ വർഷവും 5 ലക്ഷം രൂപ മുടക്കി ഗ്രീൻ ക്ലീൻ കോഴിക്കോട് എന്നൊരു പദ്ധതി ആസൂത്രണം ചെയ്യുകയും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി 2017 അത് കോഴിക്കോട്ട് വെച്ച് ഉദ്ഘാടനം ചെയ്യുകയുമുണ്ടായി. ആ പ്രോജക്റ്റ് ഇന്ന് മുതൽ കേരളത്തിലെ മറ്റു ഗ്രാമപ്രദേശങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രോജക്റ്റ് UNEP-യിലേക്ക് നമ്മുടെ പ്രോജക്റ്റിൻ്റെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അധ്യാപക അവാർഡ് ജേതാവും ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ വൈസ് ചെയർമാനും ഈ വർഷം ലണ്ടനിൽ നടന്ന ശാസ്ത്ര കോൺക്ലേവിൽ പങ്കെടുത്ത് ഇപ്പം കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നിട്ടുള്ള ബാലുശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകൻ ഷജിൽ സാറാണ്. അദ്ദേഹത്തിന് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ചടങ്ങിൽ ആശംസ അറിയിക്കുന്നത് ഈ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പളായ ഗിരീഷ് കുമാർ, നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേൾസ് ഹൈസ്കൂളിലെ ഗിരീഷ് കുമാർ സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാൾ ദിനേശൻ സാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിലെ ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുകയും നമ്മോടൊപ്പം സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന SPCയുടെ കോർഡിനേറ്റർ സജികുമാർ സാർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. NCCയുടെ കോർഡിനേറ്റർ ദിവ്യ മാഡം ഈ സ്കൂളിൽ നമ്മോടൊപ്പമുണ്ട്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ JRCയുടെ കോർഡിനേറ്റർ അനുഷ നമ്മോടൊപ്പമുണ്ട്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടുത്തെ എക്കോ ക്ലബിൻ്റെ കോർഡിനേറ്ററും ഷീജ മാഡം നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. NSSൻ്റെ കോർഡിനേറ്ററും ഗീത നായർ നമ്മോടൊപ്പമുണ്ട്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ NSS കോർഡിനേറ്ററും ജെറി മാഡം നമ്മോടൊപ്പമുണ്ട്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എക്കോ ക്ലബിൻ്റെ കോർഡിനേറ്ററും കുണ്ടൂപ്പറമ്പ് ഹൈസ്കൂളിലെ അധ്യാപികയും ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ ഡയറക്ടർമാരിൽ ഒരാളുമായ ഡോക്ടർ ശ്രീജ നമ്മോടൊപ്പമുണ്ട്. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സരസ്വതി ബിജു പ്രശസ്ത കവിയാണ്, നഴ്സിംഗ് വിഭാഗത്തിൽപ്പെട്ട പ്രവർത്തിക്കുന്ന ആളാണ്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി നിങ്ങൾ ഏറ്റവും ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന ഈ അവാർഡ് ജേതാക്കളാണ്. അവർക്ക് എന്തിന് അവാർഡ് കിട്ടി എന്നുള്ളത് അവർ തന്നെ നിങ്ങൾ മുമ്പിൽ വെച്ച് വിശദീകരിക്കും. ഞാൻ അവർ ആരാണ് എന്നൊക്കെ പറയാം. 25,000 രൂപയും പ്രശസ്തി പത്രവും വാങ്ങുന്നത് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തുവൽ എന്ന വിദ്യാലയമാണ്. ആ വിദ്യാലയത്തിലെ ഹരിത പ്രവർത്തനങ്ങൾക്കാണ്. 25,000 രൂപയിൽ എത്രയോ അധികം രൂപയ്ക്കുള്ള ഹരിത പ്രവർത്തനങ്ങൾ അവരവിടെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തോളമായി നമ്മുടെ പ്രോഗ്രാമിൽ വെച്ച് അവാർഡ് വാങ്ങുന്ന സ്കൂളാണ്. ഈ വർഷം തന്നെയെങ്കിലും അത് ഞങ്ങൾ മാറ്റി പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വേറെ പല അധ്യാപികമാർ ഇവിടെയുണ്ട്. അവരിലൊക്കെ അടുത്ത വർഷം അവർക്ക് തന്നെയാണോ, നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിനാണോ, ഒലീവ് പബ്ലിക് സ്കൂളിനാണോ, വാദിറാമക്കാണോ, വിദേശത്തുള്ള പ്രൊവിഡൻസ് കോളേജ് ഉണ്ട്, വിദേശത്തുള്ള അധ്യാപികമാരുണ്ട്. അവരിൽ ആർക്കാണ് നമുക്ക് തീരുമാനിക്കാം. 2 മാസം കൂടിയുള്ളത്, അത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പം ശോഭീന്ദ്ര പുരസ്കാരം, 1ാമത്തെ ശോഭീന്ദ്ര പുരസ്കാരം സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തുവലിന്. 2ാമത്തെ പുരസ്കാരം നേടിയിരിക്കുന്നത് സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ കൊളത്തുവലിന് ഈ രീതിയിൽ ട്രെയിനിങ് ചെയ്ത ഷൈനി മാഡത്തിനാണ്. അദ്ദേഹത്തെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ 3ാമതായിട്ട് ശോഭീന്ദ്ര പുരസ്കാരം നേടിയിട്ടുള്ളത് അഖില സന്തോഷ്, അബുദാബി ഇൻ്റർനാഷണൽ സ്കൂളിലെ മലയാള മിഷൻ്റെ അധ്യാപികയാണ്. റാസൽ കൈമയിൽ അവർ കഴിഞ്ഞ വർഷം റാസൽ കൈമയിൽ നമ്മൾ ഈ പ്രോഗ്രാം വെച്ചപ്പോൾ
പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിൽ ഒരു പൂന്തോട്ടം നിർമ്മിക്കുകയുണ്ടായി. അതിമനോഹരമായൊരു പൂന്തോട്ടം കഴിഞ്ഞ വർഷം നമ്മളിവിടെ കാണിച്ചതാണ്. അത് ചെയ്തതിൻ്റെ പേരിൽ നമ്മൾ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച അവാർഡാണ്. അഖില മേഡം റാസൽ കൈമയിലായതുകൊണ്ട് എത്തിയിട്ടില്ല. അദ്ദേഹത്തെ അവരുടെ ബ്രദറാണ് എത്തിയിരിക്കുന്നത്. പേര് അമൻ എത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തെയും അഖില മേഡത്തെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇനി ബാക്കിയുള്ളത് ഇവിടെ നിന്നും ഹരിത പുരസ്കാരം നേടിയ വ്യക്തികളാണ്. മഞ്ജു സുധീർ മലയാള മിഷൻ്റെ അബുദാബിയിൽ നിന്നാണ് അവരന്ന് പ്രവർത്തിച്ചത്. തിരുവനന്തപുരം സ്വദേശിയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നതാണ്. നമ്മുടെ പ്രോജക്റ്റ് കോഴിക്കോട് ജില്ലയേക്കാളും കൂടുതൽ എത്തിപ്പിടിച്ചിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം 25 വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. മഞ്ജു മാഡം അബുദാബിയിൽ നിന്ന പ്രവർത്തനത്തിനും ഈ വർഷം തിരുവനന്തപുരത്ത് നടന്ന പ്രവർത്തനവുമുണ്ട്. ഏതായാലും മഞ്ജു മാഡത്തിനാണ് ശോഭീന്ദ്ര ഹരിത പുരസ്കാരം നേടിയുള്ള വ്യക്തി. രണ്ടാമത്തേത് നിഷ പ്രഭാകർ മലയാള മിഷൻ്റെ ഒമാൻ ചാപ്റ്റർ മേധാവിയാണ്. അവർ ശോഭീന്ദ്ര ഹരിത പുരസ്കാരം നേടിയിട്ടുള്ള ആളാണ്. ഒമാനിലേക്ക് നാളെ പുറപ്പെടുകയാണ്. ഈ പ്രോഗ്രാം വാങ്ങുവാൻ വേണ്ടി മാത്രം കഴിഞ്ഞ ദിവസം വന്നതാണ്. അവരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഗോപകുമാർ സാറ്. അദ്ദേഹം മധ്യപ്രദേശ് സ്വദേശിയാണ്. മധ്യപ്രദേശിലെ മലയാള മിഷൻ്റെ മേധാവിയാണ്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സീറോ ഷാഡോ മെഷർ ചെയ്തതിൽ നല്ല പ്രവർത്തനം കാഴ്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനുള്ള അവാർഡ് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. എത്തുകയാണെങ്കിൽ ഇന്ന് വരുന്നില്ല, നമ്മൾ മറ്റൊരു ചടങ്ങിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അടുത്തത് നദീറ ബി, വാദി റഹ്മ ഇംഗ്ലീഷ് സ്കൂൾ, നമ്മുടെ തൊട്ട് അയൽവാസിയാണ്. ഷൈനി മേഡത്തിൻ്റെ തൊട്ട് പിറകിലായിട്ടുകൊണ്ട് ഓരോ വർഷവും സെക്കൻഡ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ മിനി ചന്ദ്രൻ, ഒലീവ് പബ്ലിക് സ്കൂൾ, സ്കൗട്ട് ആൻഡ് ഗൈഡ്, കേരളത്തിൻ്റെ പുറമെ കോഴിക്കോട് ജില്ലയ്ക്ക് പുറമെ നമ്മുടെ പ്രോജക്റ്റിന് അഡ്രസ്സ് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒട്ടേറെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ സൗജന്യ പെട്രോൾ കാർഡും സ്വർണ്ണ നാണയമൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. മിനി മാഡം സ്വാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. റസീന ബീവി, കാശ്മീർ മുതൽ മധ്യപ്രദേശ് മുതൽ ഡൽഹി വരെയുള്ള പ്രദേശങ്ങളിലുള്ള മലയാള വിദ്യാർത്ഥികളെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് അടുപ്പിച്ച വ്യക്തിയാണ് റസീന മാഡം. അദ്ദേഹത്തിന് അവാർഡ് കിട്ടി. രശ്മി മാഡം, റസീന ബീവി ചെറുവാടി ഹൈസ്കൂളിലെ അധ്യാപികയാണ്. കഴിഞ്ഞ വർഷ പ്രവർത്തനത്തിന് അവർക്ക് ഹരിത പുരസ്കാരമുണ്ട്. ഹാർദമായ സ്വാഗതം. രശ്മി മാഡം മർക്കസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണ്. അവർക്ക് കാശ്മീർ മുതൽ ഡൽഹി വരെ നമ്മുടെ പ്രോഗ്രാമിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചത് ഈ വർഷവും പങ്കെടുപ്പിക്കുന്നുണ്ട്. രശ്മി മാഡത്തിന് ഹാർദമായ സ്വാഗതം. സജിനു മാഡം മർക്കസിലെ അധ്യാപികയാണ്. അവർക്കും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ മരിയ എത്തിയിട്ടില്ല, തിരുമ്പാടിയിലെ അധ്യാപികയാണ്. അവാർഡുണ്ട്. പിന്നീട് നമ്മുടെ കഴിഞ്ഞ വർഷം കൊടുക്കാമെന്നിരിക്കുന്ന സ്വർണ്ണപ്പതക്കം പ്രൊവിഡൻസ് കോളേജിലെ അധ്യാപികയായ സംഗീത കൈമൾ, അവർ സ്വർണ്ണപ്പതക്കത്തിന് അർഹമാണ്. NSSൻ്റെ വിദ്യാർത്ഥിയാണ്. പ്രൊവിഡൻസ് കോളേജും ഞങ്ങളും സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. സംഗീത കൈമളിന് ഹാർദമായി സ്വാഗതം. അനന്യ കിഷോർ, കലാമത്സരങ്ങളിൽ ഹരിത കലാമത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ അനന്യ കിഷോർ വന്നിട്ടുണ്ടോ? ഇവിടെ വേദിയിലേക്ക് വരേണ്ടതാണ്. അനന്യ കിഷോർ സ്വർണ്ണപ്പതക്കമാണ്. അനന്യ കിഷോറിന് സ്വർണ്ണപ്പതക്കവും സർട്ടിഫിക്കറ്റും. പിന്നെ 2000 രൂപയുടെ ഒരു വൃക്ഷത്തൈയുടെ ക്യാഷ് പ്രൈസ് ഉണ്ട്. അത് സുനിൽകുമാർ കേച്ചേരിയാണ്. കാസർഗോഡ് സ്വദേശിയാണ്. ആ സ്കൂളിലെ മികച്ച പ്രവർത്തനത്തിനാണ്. അദ്ദേഹത്തെ ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ നൽകുന്നതാണ്. നമ്മുടെ MLA കുറേ സമയമായി നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ തിരക്കുണ്ട്. അധ്യക്ഷം വഹിക്കുവാൻ വേണ്ടി പ്രേമചന്ദ്രൻ സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളിപ്പം വിളിക്കാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? പറഞ്ഞതിൽ ഇല്ലല്ലോ. അധ്യക്ഷനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.